ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ. ഇന്ന് 4ാം ക്ലാസ്സിന് മലയാളം ക്ലാസ് ആയിരുന്നു അല്ലേ? ഓക്കെ, അപ്പൊ നമ്മുടെ ടീച്ചർ കയ്യിൽ കുറേ പുസ്തകങ്ങളൊക്കെ ആയിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പൊ എന്തായാലും നമുക്ക് അതൊക്കെ നോക്കാം. ഇന്നത്തെ ക്ലാസ്സിലേക്ക് വരാം. ഇന്നത്തെ ക്ലാസ്സിൽ രസകരമായിട്ടുള്ള ഒരു കഥ നമ്മളെ കേട്ടു അല്ലെ? സിംഹത്തിന്റെയും സിംഹം ഉണ്ടായിരുന്നു, അതുപോലെ കുറുക്കൻ ഉണ്ടായിരുന്നു, മാൻ ഉണ്ടായിരുന്നു, അങ്ങനെ 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 കുറച്ച് കഥാപാത്രങ്ങൾ അല്ലെ. ഒരു കഥയിൽ വരുന്ന അതിലുള്ള ആൾക്കാരെ നമ്മൾ എന്താ പറയാ? കഥയിലെ കഥാപാത്രങ്ങൾ എന്നാണ് പറയുക. ഒരു സിനിമ കാണുന്നത് പോലെ നമ്മൾ കഥ കേട്ടു അല്ലെ? അത്യാഗ്രഹം ആപത്താണ് എന്നൊരു സന്ദേശം. അപ്പൊ എന്തൊരു രചന നമ്മൾ എഴുതുമ്പോഴും, അതിപ്പോ കഥയായിക്കോട്ടെ, ചിത്രമായിക്കോട്ടെ, കവിതയായിക്കോട്ടെ, അതിൽ നമ്മൾ പറഞ്ഞു വെക്കുന്ന എന്തെങ്കിലും ഒരു സന്ദേശം ഉണ്ടായിരിക്കും അല്ലെ? ഈ സന്ദേശം എന്തുമാവാം, നമ്മൾ വെറുതെ കുറച്ച് വരികൾ അങ്ങനെ എഴുതി വിടാതെ എന്തെങ്കിലും ഒരു കാര്യം അതിൽ ഉണ്ടായിരിക്കും. ചിലപ്പോ പ്രകൃതിയുടെ മനോഹാരിത വർണ്ണിക്കുന്നതാവാം. അപ്പൊ അതിലുള്ള സന്ദേശം എന്താണ്? പ്രകൃതിയുടെ മനോഹാരിത തന്നെയാണ് അതിലുള്ള സന്ദേശം. പ്രകൃതി അത്രയും മനോഹരിയാണ് അല്ലെ? അതിനെ നമ്മള് അത്രയും മനോഹരമായതിനെ നമുക്ക് ഉപകാരം ചെയ്യുന്നതിനെ നമ്മള് നശിപ്പിക്കാൻ പാടില്ല. അപ്പൊ നമുക്ക് എന്തൊരു വിഷയം കിട്ടണമെന്നില്ല അല്ലെ? നമ്മള് ടീച്ചർ പറഞ്ഞ പോലെ ചുറ്റും നോക്കിയാൽ തന്നെ നമുക്ക് പല ചിന്തകളും വരും. അപ്പൊ അത് ചിലപ്പോ കഥയായിട്ട് എഴുതാൻ തോന്നാം, ചിലപ്പോ കവിതയായിട്ട് എഴുതാൻ തോന്നാം. അപ്പൊ നമുക്കിപ്പോ കവിത അങ്ങനെയൊന്നും എഴുതാറിയില്ലെങ്കിൽ ചെറുതായിട്ടൊന്ന് എഴുതി വെക്കാം. എന്തെങ്കിലും നമുക്ക് തോന്നിയ ഒരു അനുഭവമായിട്ട് അത് എഴുതി വെക്കാൻ കഴിയും. ഓക്കെ, എന്തായാലും ഒരു പ്രശസ്തയായിട്ടുള്ള ഒരു വ്യക്തിയുടെ ചിത്രമാണ് അവിടെ കൊടുത്തിരിക്കുന്നത്. ഇതാരാന്നറിയോ? ഇവരുടെ പേര് JK റൗളിംഗ് എന്നാണ്. എനിക്ക് ഒരുപാട് ഇഷ്ടമുള്ള ഒരു എഴുത്തുകാരിയാണ് JK റൗളിംഗ്. അവരുടെ ഹാരി പോട്ടർ എന്ന് പറയുന്ന കഥകൾ ഞാൻ ഒരുപാട് വായിച്ചിട്ടുണ്ട്, അതിന്റെ ഫിലിംസ് കണ്ടിട്ടുണ്ട്. വളരെ കൂട്ടുകാർക്കൊക്കെ ഒരുപാട് ഇഷ്ടപ്പെടുന്നത് ഇതാണ്. ഹാരി പോട്ടർ എന്ന് പറയുന്ന ആ ഒരു കഥയിൽ പറയുന്ന ഒരു സ്കൂൾ, ആ സ്കൂളിന്റെ ഒരു മാന്ത്രിക സ്കൂൾ. നിങ്ങൾ ചോദിക്കുന്നത് എന്ത് സ്കൂളാണ് അല്ലെ? മാന്ത്രിക സ്കൂളാണത്. നല്ല രസമുള്ള ഒരു കഥയാണ്. അപ്പോ കണ്ടിട്ടില്ലെങ്കിൽ ജസ്റ്റ് നിങ്ങളുടെ വീട്ടുകാരോടൊക്കെ ഒന്ന് പറഞ്ഞിട്ട്, ഫോണിൽ തന്നെ കിട്ടും. ഹാരി പോട്ടറിന്റെ ആദ്യത്തെ ഒക്കെ നല്ല രസമാണ് കാണാൻ വേണ്ടിയിട്ട്. ഇനി അതിന് സമയം കളയരുത്. ഇതാണ് ഹാരി പോട്ടർ എന്ന് പറയുന്ന കഥ, സിനിമയിലുള്ള കഥാപാത്രമാണ് കേട്ടോ. അപ്പൊ ഇതാണ് ഹാരി പോട്ടർ. ഓക്കെ, എന്തായാലും എനിക്ക് ഒരുപാട് ഇഷ്ടമുള്ളൊരു കഥയാണ്. അപ്പൊ ജസ്റ്റ് പറഞ്ഞെന്നുള്ളൂ. അപ്പൊ കുട്ടികളുടെ എഴുത്തുകാര്, അപ്പൊ അങ്ങനെയുള്ള ഒരുപാട് എഴുത്തുകാരെ പറ്റി പറയുകയുണ്ടായി. ഒരുപാട് എഴുത്തുകാരുണ്ട് കുട്ടികൾക്ക് വേണ്ടി ബാലസാഹിത്യ കൃതികളൊക്കെ എഴുതിയിട്ടുള്ള. പിന്നെ നമ്മള് മറ്റൊരു വ്യക്തിയെ ഇന്ന് പരിചയപ്പെട്ടു. ആരായിരുന്നു ഇത്? മുരുകൻ കാട്ടാക്കട എന്ന് പറയുന്ന പ്രശസ്തനായിട്ടുള്ള കവിയാണ്. ഇദ്ദേഹത്തിന്റെ കവിതകള് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. എല്ലാവർക്കും തിമിരം എന്ന് പറയുന്ന ഒരു കവിതയുണ്ട്, കണ്ണട, അതുപോലെ രേണുക, അങ്ങനെയുള്ള ഒരുപാട് കവിതകൾ, നെല്ലിക്ക. പിന്നെ ഈ അടുത്ത് പ്രശസ്തമായിട്ടുള്ള ഒരു പാട്ടുണ്ട്, മനുഷ്യനാകണം എന്ന് പറയുന്ന ഒരു കവിത. ഇതൊക്കെ അതൊരു സിനിമാ പാട്ടായിട്ട് എഴുതിയതാണ്. അപ്പൊ എന്തായാലും ഒരുപാട് പ്രശസ്തനാണ്. അപ്പൊ അദ്ദേഹത്തിന്റെ അനുഭവമൊക്കെ പറയണ്ടായി അല്ലെ? ഒരു പട്ടി ഒരു റോട്ടിൽ ചത്ത് കിടക്കുന്നത് കണ്ടപ്പോ പലരും അറപ്പുളവാക്കി പോയപ്പോ അദ്ദേഹം കൊച്ചു കുട്ടിയായിരുന്ന സമയത്ത് അദ്ദേഹം ചിന്തിച്ചത് എന്താണ്? അതൊരു എന്തെങ്കിലും മക്കളുടെ ഒരു നായ്ക്കുട്ടികളുടെ അമ്മയായിരിക്കും. അപ്പൊ അതിനെ അത് ഭക്ഷണം കൊണ്ടുവരും എന്ന് കാത്തിരിക്കുന്ന ആ കുട്ടികളുടെ മനോവേദനയാണ് അന്ന് അദ്ദേഹം ചിന്തിച്ചത്. മറ്റപ്പോ ഓരോരുത്തർക്കും ഓരോ സന്ദർഭങ്ങളിൽ കാണുന്ന ചിന്തകൾ വ്യത്യസ്തമായിരിക്കും. ഇപ്പോ നമ്മളെ ശ്രീനാരായണ ഗുരു പറഞ്ഞിട്ടുണ്ട്, ഒരു പീഡ എറുമ്പിനും വരുത്തരുത് എന്ന്. അതായത് ഒരു ഉറുമ്പിനെ പോലും നോവിക്കരുത്. ഗാന്ധിജിയും പറഞ്ഞിട്ടുണ്ട്, ഒരു ഉറുമ്പിനെ പോലും നോവിക്കാൻ എനിക്ക് പേടിയായിരുന്നു എന്ന്. അപ്പൊ അങ്ങനെയുള്ള ഒരുപാട് ചിന്തകൾ നമ്മുടെ മനസ്സിലുണ്ടാവാറുണ്ട് അല്ലെ? പലരും പല രീതിയിലാണ് ചിന്തിക്കുക. അപ്പൊ നിങ്ങളോട് നമ്മുടെ ടീച്ചറും പറഞ്ഞത് എന്താ? നിങ്ങൾക്ക് തോന്നുന്ന ചിന്തകൾ അതെന്തും ആയിക്കൊള്ളട്ടെ, ദിവസവും തോന്നുന്ന കാര്യങ്ങൾ ഒരു പുസ്തകം അതിനായിട്ട് മാറ്റി വെക്കുക. നിങ്ങളുടെ നിരീക്ഷണങ്ങൾ, നിങ്ങളുടെ സംശയങ്ങൾ, ചിലപ്പോൾ ചെറിയ ചെറിയ സംശയങ്ങളായിരിക്കാം, പക്ഷെ അതിൽ ഒരുപാട് കാര്യങ്ങൾ ചിലപ്പോൾ അതിലൂടെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും. നിങ്ങളുടെ വീട്ടുകാരോട് ചോദിക്കാം, അല്ലെങ്കിൽ അപ്പൊ വീട്ടുകാർക്ക് അറിയില്ല എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ടീച്ചേഴ്സിനോട് ചോദിക്കാം. സംശയം ചോദിക്കുന്ന കുട്ടികളെ തന്നെയാണ് എപ്പോഴും ടീച്ചേഴ്സിനും ഇഷ്ടം ഉണ്ടാവുക കേട്ടോ. ഓക്കെ, അതുപോലെ നമ്മൾ മറ്റൊരു പുസ്തകം പരിചയപ്പെട്ടു, അക്ഷരവൃക്ഷം. നിങ്ങളെ പോലെയുള്ള കൂട്ടുകാർ എഴുതിയിട്ടുള്ള ഒരുപാട് കൃതികൾ ചേർത്ത് വെച്ചിട്ട് ഉണ്ടാക്കിയ പുസ്തകമാണ്. അത് കഴിഞ്ഞപ്പോ നമ്മുടെ കരടിക്കുട്ടന്റെ ഡയറി കേട്ടു അല്ലെ? നമ്മുടെ നാവ് വഴങ്ങുമോ, നാക്കുളുക്കുന്ന കുറച്ച് വാക്കുകളൊക്കെ, ഒരുപാട് വാക്കുകൾ ഞാൻ നിങ്ങൾക്ക് കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞു തന്നിരുന്നു അല്ലെ? എനിക്ക് പോലും നാക്കുളുക്കിപ്പോയി പലതും വായിക്കുമ്പോൾ. അങ്ങനെ രസകരമായിട്ടുള്ള ഒരു ഡയറി കുറിപ്പ് നമ്മൾ കേട്ടു. ഡയറിയെ പറ്റി പറഞ്ഞപ്പോഴാണ് നമ്മൾ ആൻ ഫ്രാങ്കിനെ പരിചയപ്പെട്ടത് അല്ലെ? 13 വയസ്സുള്ള
ജൂത ക്യാമ്പിൽ കുടുങ്ങിപ്പോയ ഒരു പെൺകുട്ടി, അവരുടെ ഒളിവ് താമസത്തിനെ പറ്റി പറയുന്ന വളരെ നമുക്ക് എന്താ പറയാ പലപ്പോഴും സങ്കടം തോന്നുന്ന എങ്കിലും വളരെ നല്ലൊരു കൃതിയായി മാറിയ ഡയറി. അവര് മരിച്ചതിന് ശേഷം, ഈ പെൺകുട്ടി മരിച്ചതിന് ശേഷമാണ് ആ ഒരു ഡയറി പുറത്തു വന്നിട്ടുണ്ടായിരുന്നത്. ക്യാമ്പിൽ വെച്ചിട്ട് മരണപ്പെടുകയാണ് ചെയ്തിട്ടുള്ളത്. അപ്പൊ അവളെ കുറിച്ചൊക്കെ കൂടുതൽ അറിയാൻ വളരെ മനോഹരമായിട്ടുള്ള ഒരു കൃതിയാണ് ആൻ ഫ്രാങ്കിന്റെ ഡയറി കുറിപ്പുകൾ. അതിന്റെ പേര് അങ്ങനെ തന്നെയാണ്, ആൻ ഫ്രാങ്കിന്റെ ഡയറി കുറിപ്പുകൾ എന്ന് പറയുന്ന പുസ്തകം തന്നെ നമുക്ക് വാങ്ങാൻ വേണ്ടിയിട്ട് കിട്ടും. ഇപ്പൊ സ്കൂളൊക്കെ തുറക്കുമ്പോൾ വാങ്ങാൻ കഴിയാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ ലൈബ്രറിയിലൊക്കെ പോയിട്ടുണ്ടെങ്കിൽ അവിടെ ഉണ്ടാവും. അങ്ങനെ നമുക്ക് കുറച്ച് പ്രവർത്തനങ്ങൾ തന്നിട്ടുണ്ട്. ആദ്യത്തേത്, ഇഷ്ടമുള്ള വിഷയം തിരഞ്ഞെടുത്ത് കഥ, കവിത, സംഭാഷണം, ചിത്രരചന എന്നിങ്ങനെ രചനകളിൽ ഏർപ്പെടുക. അപ്പൊ എന്ത് രചനയെന്ന് പറഞ്ഞിട്ടില്ല അല്ലെ. നമ്മുടെ കൂട്ടത്തില് നല്ല കവിതകൾ എഴുതാൻ കഴിയുന്നവരുണ്ടാവും, കഥ എഴുതാൻ കഴിയുന്നവരുണ്ടാവും, സംഭാഷണ രൂപത്തില് കാര്യങ്ങൾ അവതരിപ്പിക്കാൻ അറിയുന്നവരുണ്ട് അല്ലെ. നമ്മളിപ്പോ അമ്മയും കുട്ടിയും തമ്മിലുള്ള ഒരു സംഭാഷണ രൂപത്തിൽ ആ കുട്ടി ചോദിക്കുന്ന സംശയങ്ങൾക്ക് അമ്മ മറുപടി പറയുന്ന രീതിയിലൊക്കെ നമുക്ക് കുറെ കാര്യങ്ങൾ എഴുതാം. അതുപോലെ ചിത്രം വരയ്ക്കുന്നവരുണ്ടാവും. അപ്പൊ ഇഷ്ടമുള്ള വിഷയം എന്നും പറഞ്ഞിട്ടുണ്ട്. അപ്പൊ നമ്മുടെ ടീച്ചർ പറയണ്ടായി അല്ലെ, നാളെ നിങ്ങളോട് പ്രഭാതത്തിൽ എഴുന്നേൽക്കണം. പ്രഭാതത്തിൽ നമ്മുടെ ആ ഒരു ഭൂമിയുടെ മനോഹാരിത വളരെ നല്ല രസമായിരിക്കും രാവിലെ കാണാൻ വേണ്ടിയിട്ട്. മഞ്ഞുതുള്ളികൾ, ചെടികളിൽ വീണ മഞ്ഞുതുള്ളികളൊക്കെ വറ്റി വരുന്നേ ഉണ്ടാവുള്ളൂ. സൂര്യന്റെ അരുണ കിരണങ്ങൾ ഒക്കെ നല്ല രസമായിരിക്കും കാണാൻ. അപ്പൊ അത് പറഞ്ഞപ്പോ പെട്ടെന്ന് എന്റെ മനസ്സിൽ തോന്നിയ രണ്ട് വരികളേ ഉള്ളൂ. പ്രഭാതത്തെ കുറിച്ച് ജസ്റ്റ് ഞാനിവിടെ കുറിച്ചിട്ടിട്ടുണ്ട്. അത് മാത്രമേ ഞാൻ പറഞ്ഞു തരുള്ളൂ. കാരണം നിങ്ങളുടെ രചനകൾ, ഇപ്പൊ ഞാനൊരു രചന അവിടെ എഴുതി തന്നാൽ നിങ്ങൾ എല്ലാവരും അത് തന്നെ എഴുതും. അത് പിന്നെ ശരിയാവില്ല. അപ്പൊ അത് വേണ്ട. ഒരു 4 വരി. പുലർക്കാലത്തെ പുതുതേനുണ്ണാൻ വന്നെത്തും തുമ്പികൾ ഏറെയല്ലോ, നീലാകാശത്തിൽ പാറിപ്പറക്കുന്ന മഞ്ഞപ്പറവകൾ ഏറെയല്ലോ. അപ്പൊ പ്രഭാതത്തെ കുറിച്ച് എഴുതാനാണ് നിങ്ങൾക്ക് താല്പര്യമെങ്കിൽ ഈ വരികളിൽ നിങ്ങൾ പ്രഭാതത്തിൽ കാണുന്ന കാര്യങ്ങൾ കൂട്ടിച്ചേർത്തിട്ട് എഴുതാം. അല്ലെങ്കിൽ ഈ വരികൾ ആദ്യം കൊടുക്കണമെന്നില്ല, നടുവിൽ കൊടുക്കാം. അപ്പൊ നിങ്ങൾ ഇഷ്ടമുള്ള രീതിയിൽ കൊടുക്കാം. അപ്പൊ പ്രഭാതമാണെങ്കിൽ മാത്രം. ഇനി നിങ്ങൾക്ക് മറ്റ് എന്ത് വിഷയം തിരഞ്ഞെടുക്കാം, നിങ്ങൾക്ക് തോന്നുന്ന കാര്യം എഴുതുക. ഇനി ചിത്രം വരയ്ക്കാൻ താല്പര്യമുള്ള കൂട്ടുകാരാണെങ്കിൽ വളരെ കുറച്ച് എക്സാമ്പിൾസ് മാത്രം, ഞാൻ കൊച്ചു കുട്ടികൾ വരച്ചിട്ടുള്ള കുറച്ച് ചിത്രങ്ങളാണ്. അപ്പൊ എന്തായാലും ലോക്ക്ഡൌണിൽ വീട്ടിലൊക്കെ അടങ്ങി ഇരിക്കുന്ന നിങ്ങൾക്ക് പുറത്തിറങ്ങി കളിക്കാനൊക്കെ നല്ല ആഗ്രഹമായിരിക്കും. അപ്പൊ പട്ടം പറത്തുന്ന കുറച്ച് കൂട്ടുകാര്, അതുപോലെ ഒരു വീട്, നല്ല മഴവില്ലൊക്കെ വിരിഞ്ഞു നിൽക്കുന്ന ഒരു പ്രകൃതിയുടെ ഒരു ചെറിയൊരു ദൃശ്യം, അതുപോലെ ഒരു ഓയിൽ പേസ്റ്റിന്റെ ഒരു ചിത്രം തോന്നുന്നു. അപ്പൊ അതൊക്കെ അറിയുന്ന കൂട്ടുകാരുണ്ട്. ക്രയോൺസ് വെച്ചിട്ടും ചെയ്യാം. ഇതും ഒരു ഗ്രാമഭംഗി എന്ന് പറയാൻ പറ്റില്ല, ഒരു മല, ഒരു പുഴ, അത്രയ്ക്കേ ഉള്ളൂ. അപ്പൊ നിങ്ങൾ ഇതിലും മികച്ച ചിത്രങ്ങൾ വരയ്ക്കാൻ അറിയുന്ന കൂട്ടുകാരാണ് എന്ന് എനിക്കറിയാം. അപ്പൊ തീർച്ചയായിട്ടും നല്ല ചിത്രങ്ങൾ നിങ്ങൾ വരയ്ക്കുക. വെറുതെ കുറച്ച് എക്സാമ്പിൾസ് ഞാൻ വെറുതെ കാണിച്ചു എന്നേ ഉള്ളൂ, അല്ലാണ്ട് ഇത് തന്നെ വരയ്ക്കാനല്ല കേട്ടോ. ഓക്കെ, അത് കഴിഞ്ഞാൽ പിന്നെ നമ്മളോട് പറഞ്ഞിട്ടുള്ളത് ഡയറിയും വീട്ടിലൊരു ഗ്രന്ഥശാലയുമാണ്. വീട്ടിലൊരു ഗ്രന്ഥശാല, സ്കൂൾ ലൈബ്രറി നിങ്ങളെല്ലാരും കണ്ടിട്ടുണ്ടാവുമല്ലോ. അപ്പൊ നിങ്ങളുടെ വീട്ടിൽ ഇപ്പൊ ഇതൊരു ഒരു കുട്ടിയുടെ വീട്ടിലുള്ള ഒരുക്കി വെച്ചിട്ടുള്ള ഒരു ഗ്രന്ഥശാല, ഒരു ലൈബ്രറിയാണ്. ഇപ്പൊ വീട്ടിലൊരു ലൈബ്രറി എന്ന് പറയുമ്പോൾ നിങ്ങൾ വലിയതായിട്ടൊന്നും ആലോചിക്കുന്നു വേണ്ട. നിങ്ങളുടെ വീട്ടിൽ ഒരുപാട് പുസ്തകങ്ങൾ ഉണ്ടാവും അല്ലെ. നിങ്ങളുടെ പാഠപുസ്തകങ്ങളല്ലാതെ കഥാപുസ്തകങ്ങള്, അങ്ങനെ നോവലുകള്, അങ്ങനത്തെ കുറെ, നിങ്ങളുടെ അച്ഛന്റെയും അമ്മേന്റെയും ബുക്സ്, പഠിച്ച ബുക്കല്ല, ഇതുപോലെയുള്ള ഓരോ കഥകളും കവിതകളും ഒക്കെ ഉള്ള, അതെന്തും ആയിക്കോട്ടെ, കുട്ടി കവിതകളായിക്കോട്ടെ, അതൊക്കെ എന്ത് ചെയ്യുക, അവിടെ ഇവിടെയൊക്കെ അലക്ഷ്യമായിട്ട് കിടക്കുകയായിരിക്കും. ഇതുപോലെ ഒരു ഷെൽഫില്, അല്ലെങ്കിൽ ഷെൽഫ് തന്നെ വേണമെന്നില്ല, ഒരു മേശപ്പുറത്ത് വൃത്തിക്ക് അടുക്കി വെച്ചാൽ തന്നെ ഒരു ലൈബ്രറി ആയി. അപ്പൊ അത് എല്ലാം കൂടി, എല്ലാ പുസ്തകങ്ങളും കൂടി ഒരു സ്ഥലത്ത് വൃത്തിക്കൊന്ന് അടുക്കി വെച്ചാൽ മതി. അവിടെ ഇവിടെയൊക്കെ ഇങ്ങനെ പരന്നു കിടക്കായിരിക്കും. അപ്പൊ അതൊന്ന് അടുക്കി വെച്ചിട്ട് അതിന്റെ ഒരു ഫോട്ടോ എടുത്തിട്ട് നിങ്ങളുടെ കൂട്ടുകാർക്ക്, നിങ്ങളുടെ ടീച്ചർക്ക് അയച്ചു കൊടുക്കാം. അപ്പൊ നമ്മുടെ എന്തായി, നമ്മുടെ സ്കൂളിലൊരു ലൈബ്രറി പോലെ ആയിട്ട് അത് മാറും. ഇപ്പൊ ഒരുപാട് പുസ്തകങ്ങളൊന്നും ഉണ്ടാവണമെന്നില്ല, പക്ഷെ ഉള്ളപ്പോ ഒരു വീട്ടിൽ ഒരുപാട് പുസ്തകങ്ങൾ ഉണ്ടെങ്കിലും അതൊക്കെ വായിച്ചിട്ടുണ്ടോന്ന് ചോദിച്ചാൽ ഉണ്ടാവില്ല. കുറച്ച് പുസ്തകങ്ങളാണെങ്കിലും അതൊക്കെ ഇത് വായിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. അപ്പൊ നമ്മുടെ അടുത്ത് ഇങ്ങനെ കാണുകയാണെങ്കിൽ നമുക്കത് വായിക്കാൻ വേണ്ടിയിട്ട് തോന്നും. അതിനാണ് ലൈബ്രറി സജ്ജീകരിക്കാൻ പറഞ്ഞത്. ഇനി അവസാനത്തെ പ്രവർത്തനം ഡയറിയാണ്. നമ്മുടെ പറഞ്ഞല്ലേ, ആൻ ഫ്രാങ്കിന്റെ ഡയറിയെ കുറിച്ച് പറഞ്ഞു. കിറ്റി എന്നാണ് അവളുടെ ഡയറി. അവളുടെ ഡയറി അവൾക്കൊരു കൂട്ടുകാരിയെ പോലെയായിരുന്നു. കാരണം അത് ഒളിഞ്ഞു താമസിച്ച ഹിറ്റ്ലറിനെ പേടിച്ചിട്ട് ഒളിച്ചു താമസിച്ചിരുന്ന സമയത്താണ് അവൾ എഴുതുക. അപ്പൊ അവളുടെ സങ്കടങ്ങളൊക്കെ അവൾ പറഞ്ഞിരുന്നത്, സന്തോഷങ്ങളായാലൊക്കെ പറഞ്ഞിരുന്നത് അവളുടെ ഡയറിയോടാണ്. ഇതുപോലെ നിങ്ങളോട് ഇന്നു മുതൽ ഡയറി എഴുതി തുടങ്ങാൻ പറഞ്ഞിരിക്കുകയാണ്.
അപ്പൊ നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു കാര്യം ഡയറി ആയിട്ട് എഴുതാം. എവിടെയെങ്കിലും യാത്ര പോയതാണെങ്കിൽ അത് എഴുതാം. അപ്പൊ ഞാൻ ഇന്നത്തെ ദിവസത്തെ ഒരു ഡയറിയുടെ മോഡലാണ് നിങ്ങൾക്ക് കാണിച്ചു തരുന്നത്. അപ്പൊ അതുപോലെ തന്നെ എഴുതി വെക്കരുത്. അതിൽ കൂടുതൽ കാര്യങ്ങൾ നിങ്ങൾക്ക് ഇന്നുണ്ടായി, നിങ്ങളുടെ അനുഭവങ്ങൾ എന്താണെന്ന് എനിക്കറിയില്ലല്ലോ. അപ്പൊ നിങ്ങൾക്ക് ഇന്നുണ്ടായ അനുഭവങ്ങളും കൂടി അതിൽ കൂട്ടി ചേർക്കണം കേട്ടോ. അപ്പൊ ജസ്റ്റ് ഒരു മോഡൽ മാത്രമാണ്. അപ്പൊ എന്ത് എഴുതണം? ഡയറി എഴുതുമ്പോൾ എപ്പോഴും മുകളിൽ എന്തുണ്ടാവണം? ഡേറ്റ് ഉണ്ടാവണം. അപ്പൊ ഞാൻ ഇന്നത്തെ ഡേറ്റ് ആണ് ഇട്ടത് 25/6/2021 വെള്ളി. പ്രിയപ്പെട്ട ഡയറിക്ക് നിങ്ങൾ പേര് കൊടുക്കുകയാണെങ്കിൽ ഇപ്പോൾ അവള് പ്രിയപ്പെട്ട കിറ്റി എന്നായിരിക്കും നിങ്ങൾക്ക് ഇഷ്ടമുള്ളൊരു പേര് നിങ്ങളുടെ ഡയറിക്ക് കൊടുക്കാം. അപ്പൊ ഇന്നത്തെ ഡയറി നമുക്കൊന്ന് ചെറുതായിട്ട് നോക്കാം. ഇന്ന് എനിക്ക് വളരെ സന്തോഷകരമായ ദിവസമായിരുന്നു. കാലത്ത് തന്നെ എല്ലാ തിരക്കുകളും തീർത്ത് 1:30 തന്നെ ഓൺലൈൻ ക്ലാസ് കാണാൻ തയ്യാറായി. ക്ലാസ് വളരെ മനോഹരമായിരുന്നു. ഇന്ന് മുരുകൻ കാട്ടാക്കട സാറിന്റെ സന്ദേശം കേട്ടു. അദ്ദേഹം പറഞ്ഞതുപോലെ ഞാൻ ഇന്നു മുതൽ എഴുതാൻ തുടങ്ങുകയാണ്. എന്റെ മനസ്സിലെ ചിന്തകളെ ഞാൻ ഇനി കുറിച്ചു വെക്കും. എനിക്ക് ഉറപ്പുണ്ട് നല്ല രചനകൾ എനിക്കും സൃഷ്ടിക്കാൻ കഴിയും. കൂടാതെ ആൻ ഫ്രാങ്ക് എന്ന കുട്ടിയെക്കുറിച്ചും അവളുടെ പ്രിയപ്പെട്ട കൂട്ടുകാരി കിറ്റി എന്ന ഡയറിയെക്കുറിച്ചും അറിയാൻ കഴിഞ്ഞു. ഇന്നു മുതൽ ഞാനും തുടങ്ങുകയാണ് ഡയറി എഴുതാൻ. നാളെ എന്തെല്ലാം നടക്കും എന്ന ആകാംക്ഷയിലാണ് ഞാൻ. അതെല്ലാം നാളെ രാത്രി നിന്നോട് പറയാമല്ലോ. എന്റെ പ്രിയപ്പെട്ട ഡയറിക്ക് ശുഭരാത്രി പറഞ്ഞുകൊണ്ട് അവള് കിടക്കാൻ പോവുകയാണ്. അപ്പോ ഞാൻ എന്തായാലും അങ്ങനെ കിടക്കാൻ പോവാണ്. ഇനി നിങ്ങൾക്ക് ഈ ഒരു ദിവസത്തിൽ നിങ്ങളുടെ ഇത് കൂടാതെ നിങ്ങൾക്ക് സ്വന്തമായിട്ടുണ്ടായ അനുഭവങ്ങൾ, നിങ്ങളുടെ സ്കൂൾ ടീച്ചറുമായിട്ടുള്ള അനുഭവങ്ങൾ, നിങ്ങളുടെ വീട്ടിലുണ്ടായ അനുഭവങ്ങൾ അതൊക്കെ കൂട്ടിച്ചേർക്കാം. അല്ലാതെ രാവിലെ എഴുന്നേറ്റ് പല്ല് തേച്ചു കുളിച്ചു ചായ കുടിച്ചു ഈ ഒരു സംഭവം നമുക്ക് ഡയറിയിൽ വേണ്ട. ഓക്കെ, അതെല്ലാ ദിവസവും നമ്മൾ ചെയ്യുന്നല്ലോ. ഒരു ദിവസത്തിലുണ്ടായ പ്രധാനപ്പെട്ട സന്തോഷകരമായതും സങ്കടകരമായ കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഡയറിയിൽ കുറിച്ച് വെക്കേണ്ടത്. ഓക്കെ, അപ്പൊ ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടാവുന്ന പ്രതീക്ഷിക്കുകയാണ്. നമ്മുടെ കൊച്ചു കൂട്ടുകാർ ഹായ് പറയാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ടായിരുന്നു. നിത്യയ്ക്ക് ബിഗ് ഹായ് ആൻഡ് മിശ്രിയയ്ക്കും ബിഗ് ഹായ്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അടുത്ത വീഡിയോയ്ക്ക് വേണ്ടി നാളത്തേക്ക് വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുക. താങ്ക് യു ഫോർ വാച്ചിങ്.